ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ബ്ലോഗ് സ്പോട്ട് ഒഫീഷ്യൽ എന്ന എന്നോട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ ഉക്കടം പോയി മത്തി മീനെല്ലാം നിറയെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് കൂട്ടാൻ വയ്ക്കാനും കുറച്ച് വറക്കാനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഈ വറക്കാനുള്ളതിലേക്ക് എങ്ങനെ ഞങ്ങൾ മസാല റെഡിയാക്കണം എന്നുള്ളത് കാണിക്കാൻ പോവുകയാണ്. അതിന് ആദ്യം ഞാൻ കുറച്ച് ഒരു പാത്രത്തിൽ ഒരു നിറയെ മീനുണ്ട്, അതുകൊണ്ട് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി എടുക്കുകയാണ്. ഞാൻ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത് നിറയെ മീൻ നിറയുള്ളതുകൊണ്ട് ഒരു 2 സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി എടുക്കുന്നുണ്ട്. 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഞങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്നത് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ ടൊമാറ്റോ റൈസ് ചെയ്യണ ടൊമാറ്റോ ആ പൗഡർ ഉണ്ടല്ലോ, അത് കണ്ടില്ലേ, കാണുന്നുണ്ടാവും. ഇത് ഞാൻ കുറച്ച് ഇതിൽ ഫ്ലേവറിന് വേണ്ടി ഇത് ചേർക്കും എപ്പോഴും മീൻ വറക്കുമ്പോൾ. അപ്പോൾ ഇത് കുറച്ച് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഫ്രൈ ചെയ്യുമ്പോൾ. നിറയെ മീനുകൊണ്ട് പാക്കറ്റിൽ പകുതി ഉണ്ടാകുന്ന അതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് വിനീഗറാണ്. കണ്ടില്ലേ, ഈ വിനീഗർ കുറച്ച് ചേർത്തിട്ടാണ് ഈ മസാല റെഡിയാക്കണത്. ഇതാ ഇത് നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ച് മസാല റെഡിയാക്കി ഉണ്ടാവും, ഞാൻ കുറച്ച് വിനീഗറാണ് ഒഴിക്കുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കണത് കറിവേപ്പിൻ്റെ ഇല കുറച്ച് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. മീൻ കുറച്ച് നിറയിലുണ്ട്, ഉപ്പ് നോക്കി ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ച് നോക്കിക്കൊള്ളുകൊണ്ടു. ഇനി അതിന് മസാല കൈ കൊണ്ട് തന്നെ റെഡി മസാല തിരുമ്പതാക്കുകയാണ്. കുറച്ച് വിനീഗർ അത് മസാല റെഡിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് റെഡിയാക്കണം. നല്ല ടേസ്റ്റാണ് ഈ ടൊമാറ്റോ റൈസിൻ്റെ ഇത് ഇടുമ്പോൾ. തക്കാളിയുടെ ഒരു ടേസ്റ്റ് കിട്ടുന്ന മാതിരി ഫീൽ ആവും, നന്നായിട്ട് ഉണ്ടാവും ചെയ്യും. ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഉപ്പൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ടോ എന്നൊക്കെ. ഉപ്പ് കമ്മിയായിട്ടുണ്ട്. നല്ല എരിവൊക്കെ ഉണ്ട്, നല്ല എരിവ്. കുറച്ചുകൂടി ഉപ്പ് ചേർക്കുകയാണ് ഞാൻ. ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. എരിവൊക്കെ നന്നായിട്ടുള്ളത് കൊണ്ട് ഇത് മതിയാവും വിചാരിക്കേണ്ട മസാല. ഇനി ഞാൻ ഇതിലേക്ക് ഈ മീനിലേക്ക് ഇത് ചേർക്കാൻ പോവുകയാണ്. ഞാൻ വറക്കാൻ പോകുന്ന മീൻ. ഈ മീനിലേക്ക് ഞാൻ ഈ മസാല ചേർക്കുകയാണ്. അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഞാൻ ഇത് പെനയ്ക്കാൻ പോവുകയാണ്. ആളുമ്പോൾ തോന്നും കുറച്ചേ ഉള്ളൂ മസാല, നല്ല മസാല കറക്റ്റായിട്ടുണ്ടാവും. നമുക്ക് കൊണ്ട് മീനിക്ക് കമ്മിയായിട്ട് കാണുന്നുണ്ടാവും, പക്ഷേ കറക്റ്റാണ്. നല്ല മിക്സ് ചെയ്യാതെ. നല്ല മുള്ളുള്ള ഒരു സൈസ് മത്തിയാണ്, കയ്യിൽ മുള്ളെല്ലാം കയ്യിൽ ചുറ്റുന്നു. മിക്സ് ചെയ്യാൻ കുറച്ചുകൂടി വലിയ പാത്രം എടുക്കേണ്ടത് വരുന്നു. ശരി, വലിയ പാത്രം എടുക്കാൻ കുറച്ച് കഷ്ടമാണ്. കാരണം ഇത് മീനായതുകൊണ്ട് ഒക്കെ തേച്ച് കഴിയുമ്പോൾ സ്മെല്ലുണ്ട്. അപ്പോൾ ഇത് ഇതിലേ വെച്ച് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് പാത്രം കഴുകാൻ മടിച്ചിട്ടാണ് ഇപ്പോൾ ഈ പണി ചെയ്യുന്നത്. പിന്നെ വേറെ പാത്രത്തിലേക്ക് എടുക്കുമ്പോൾ മത്തിയല്ലേ, നല്ല മണം ഉണ്ടാവും. ഇതിലേ വെച്ച് മിക്സ് ചെയ്യും. ഉപ്പൊക്കെ ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഉപ്പൊക്കെ നോക്കിക്കോളുണ്ടോ. ഇനി കുറച്ച് നേരം ഇതൊരു 10 നിമിഷം വെച്ചാൽ മതി. നമ്മൾ വറക്കാം. കണ്ടില്ലേ, ഇപ്പോൾ എല്ലാ മസാല എടുക്കുമ്പോൾ അങ്ങ് തോന്നിയാൽ കുറച്ചേ ഉണ്ടായുള്ളൂ, പക്ഷേ കണ്ടില്ലേ ഇപ്പോൾ മിക്സ് ചെയ്തപ്പോൾ എല്ലാറ്റിലും മസാല നല്ല പിടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല ഫ്ലേവറാണ് ആ ടൊമാറ്റോ റൈസിൻ്റെ ആ പൗഡർ ഇടുമ്പോൾ. ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് കൂട്ടാനിലേക്കുള്ള മസാല റെഡിയാക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ കൂട്ടാൻ വയ്ക്കാമെന്ന് വിചാരിച്ച് മാറ്റിയത്. മറ്റേത് ഞാൻ മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് വറക്കാൾ തനിയെ മാറ്റി വെച്ചിട്ടുണ്ട്.
ഇത് കൂട്ടാൻ വെക്കാൻ ചെറുതാക്കി ചെറിയ മത്തിയൊക്കെ വേറെ വേറെ തിരിച്ചെടുത്തിരിക്കുകയാണ്. ഇത് ഇനി കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് റെഡിയാക്കുക. അതിനുള്ള മസാല റെഡിയാക്കുകയാണ്. അതിലേക്ക് ഞാൻ ആദ്യം ചേർക്കാൻ പോകുന്നത് കുറച്ച് വലിയ ഉള്ളി, ഒരു 3 ഉണ്ട് വലിയ ഉള്ളി. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നല്ലൊരു 2 കഷ്ണം നല്ല 2 പീസ് ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇഞ്ചി കുറച്ച് കട്ട് ചെയ്ത് ചേർക്കുകയാണ്. ഇഞ്ചി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ തക്കാളി ചേർക്കുന്നുണ്ട്. ഒരു പച്ചമുളക്. പിന്നെ ഇതിൽ തന്നെ ഞാൻ എല്ലാം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇതിലേ ചേർക്കുകയാണ്. അപ്പം ഞാൻ ഇതിലേക്ക് തന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, ഒരു 2 ഈ അളവിന് 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. മതി. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് മീൻ കൂട്ടാൻ വയ്ക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഞാൻ ഒന്ന് ചൂടാവട്ടെ. പുറത്ത് ക്ലൈമറ്റ് ഭയങ്കര മോശമായിട്ടുണ്ട്. നല്ല മഴ വരും പോലെ ഉണ്ട്. ചൂടായിനോ നോക്കിയിട്ട് ഇതിലേക്ക് ഞാൻ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്ന കുറച്ച് ഉലുവയാണ്. കുറച്ച് ഇട്ടാൽ മതി. ഉലുവ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ഉലുവ നന്നായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഇടുന്നുണ്ട്. ഇനി അതിലേക്ക് വേറെ ഒന്നും ചേർത്തില്ല. ഞാൻ ഈ ഡയറക്റ്റായിട്ട് മസാലേനെ ഇടാൻ പോകുന്നത്. നമ്മൾ അരച്ച മസാല തീ കുറച്ച് കമ്മിയാക്കി വെച്ചിട്ട് ഈ മസാല ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ഉലുവ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് നോക്കി ചേർക്കണം. വെള്ളമില്ല, എണ്ണയിലേക്ക് വെള്ളം ഒഴിക്കണ മാതിരിയില്ലേ. അപ്പോൾ കൈ പൊള്ളാൻ നോക്കിക്കൊള്ളുണ്ടോ. നല്ല നോക്കിയിട്ട് മസാല ഇതിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. തീ കമ്മിയാക്കി വെച്ചിട്ട് ചെയ്യണം. കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കട്ടെ. മസാല ഉണ്ട്. നന്നായിട്ട് വണക്കുന്നത് വെള്ളം ഒഴിച്ച് കുറുക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ട് എണ്ണ മേലെ വരുന്ന അളവിന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പച്ച മണക്കൊന്ന് പോട്ടെ. ഉള്ളിയുടെയും ഇഞ്ചി വെളുത്തുള്ളിയിലൊക്കെ പച്ച മണമൊന്ന് പോട്ടെ. അതുവരെയ്ക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കൂട്ടാനിക്ക് വേണ്ട അളവിനുള്ള വെള്ളം നമ്മൾ ചേർക്കുകയാണ്. കാരണം നന്നായിട്ട് തിളക്കട്ടെ. മതി, വെള്ളം മതിയാവും. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പുളി വെള്ളം ഒഴിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് മതിയാവും. ഇനി കാരണം നന്നായിട്ട് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതിലേക്ക് മാങ്ങ ചേർക്കണം. ഞാൻ കുറച്ച് മാങ്ങ ചേർത്തിട്ടാണ് കൂട്ടാൻ വയ്ക്കാൻ പോകണം. അപ്പോൾ മാങ്ങ കട്ട് ചെയ്ത് വെച്ച് നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഞാൻ ഇത് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. മാങ്ങ കടന്ന് നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ. അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. മാങ്ങ കടന്ന് നല്ല തിളച്ച് വേവട്ടെ.
സ്റ്റാർട്ട്. അത് നല്ല തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലേക്ക് വേണ്ട അളവിൽ കുറച്ച് പുളിവെള്ളം ഒഴിക്കുകയാണ്. ഒരു ചെറിയ നെല്ലിക്ക സൈസിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ, നിറയൊന്നും എടുത്തിട്ടില്ല. ഇനി ഇത് കടന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഉപ്പൊക്കെ ഈ സമയത്തിന് ഉപ്പൊക്കെ ആവശ്യത്തിന് വേണ്ട ഉപ്പൊക്കെ നിങ്ങൾ ഇട്ടുകൊണ്ടു. തിളച്ച് നന്നായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് കുറുകി വരുമ്പോൾ മീനിടാം. ഉപ്പൊക്കെ നോക്കിക്കൊള്ളുകൊണ്ടു. സ്റ്റാർട്ട്. അപ്പോൾ അത് ഇതുകൂടെ തിളച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ മീൻ ഫ്രൈ ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യണം. അതൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. മീൻ ഫ്രൈ ചെയ്യാൻ പോകുന്ന സൈഡ് ഫ്രൈ ആവട്ടെ. എണ്ണ അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ എണ്ണ കുറച്ച് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ഇതിവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മീൻ കൂട്ടാനുള്ള ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നന്നായി തിളക്കട്ടെ. എന്നിട്ട് ഞാനിവിടെ ഇതിലേക്ക് 2 കറിവേപ്പില ചേർക്കുകയാണ്. ഇങ്ങനെ ചേർക്കണമെന്നില്ല കേട്ടോ, കറിവേപ്പില ഇങ്ങനെ ഉരിച്ചിട്ടാൽ മതി. എണ്ണ ചൂടായിട്ടില്ല, എണ്ണ നന്നായിട്ട് ചൂടാവണം. ഇതിൻ്റെ മുകളിലാണ് ഞാൻ മീൻ വയ്ക്കാൻ പോണത്. ഇതിന് പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. ഈ കറിവേപ്പിൻ്റെ ഇല നല്ല മൂത്ത് വരുമ്പോൾ അതിൻ്റെ മുകളിൽ വളക്കുള്ള മീൻ വെച്ചാൽ. ഇപ്പോൾ ഞാൻ ഇത് തിളയ്ക്കുമ്പോൾ തന്നെ ഇതിലേക്ക് മീൻ ചേർക്കുകയാണ്. മത്തിയാണ്. കടന്ന് നന്നായിട്ട് തിളച്ചൊന്ന് വേവട്ടെ. മാങ്ങയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടുമൊന്നും വേണ്ട, അപ്പം ഇങ്ങനെ ഇട്ടാൽ മതി. മീൻ കുറച്ച് നിറയുണ്ട്, ശരിയല്ല. മീൻ ഇതിൽ തന്നെ എഴുതാണ്. വെന്ത് വരുമ്പോൾ എല്ലാം കുറച്ച് സെറ്റായിക്കോളും. നന്നായിട്ടൊന്ന് ഞായറാഴ്ച കൊണ്ട് മീൻ കൂട്ടാനൊക്കെ വെച്ചാലൊക്കെ വേഗം തീർന്നോളും. ഇത് കടന്ന് നന്നായിട്ട് തിളക്കട്ടെ. അധികം ഇളക്കണ്ട. ഇളക്കി ചിലപ്പോൾ ഈ മീൻ ചിലപ്പോൾ ഉടയാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഇത് നന്നായിട്ട് കറിവേപ്പിൻ്റെ ഇല നന്നായിട്ട് എണ്ണ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കറിവേപ്പിൻ്റെ ഇലയും. അപ്പോൾ ഇതിലേക്ക് ഞാനീ മസാല തിരുമ്പി വെച്ച മീൻ ഇടാൻ പോവുകയാണ്. നന്നായിട്ട് ചേർക്കുകയാണ്. കാരണം നന്നായിട്ട് ഫ്രൈ ആവട്ടെ. ഇനി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇത് ഈ കുറച്ച് കമ്മിയാക്കിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ 2 കറിവേപ്പില വയ്ക്കാൻ പോവുകയാണ്. അത്രയേ ഉള്ളൂ. തീ ഓഫ് ചെയ്തിട്ട് മേലെ ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂടി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളെ മീൻ കൂട്ടാനായി. മൂടി വയ്ക്കുകയാണ്. ഇനി മീൻ വറുത്തതിലേക്ക് നോക്കുകയാണ്. മീൻ വറുത്ത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് മറിച്ചിടാം. ഉണ്ടല്ലോ, നന്നായിട്ട് മറിച്ച് നന്നായിട്ട് മൂത്തിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് വേവണം. ഇനി നന്നായിട്ട് ഫ്രൈ ആവട്ടെ. നന്നായിട്ട് ഫ്രൈ ആവണം. നല്ല ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അല്ലേ, നല്ല ഫ്രൈ ആവുന്നുണ്ട്. ആവട്ടെ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ചീര, ശനിയാഴ്ച വാങ്ങിയ കുറച്ച് ചീര ബാക്കിയുണ്ട്. അത് ഞാനൊന്ന് അതുകൊണ്ട് ഒന്ന് ഉപ്പേരി വയ്ക്കാൻ പോവുകയാണ്. സിമ്പിളായിട്ട്
ചുവന്ന ചീര ഉപ്പേരി. മീൻ അവിടെ ഫ്രൈ ആവുന്ന ടൈമിൽ ഞാനിവിടെ കുറച്ച് കടുക് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇടുന്നുണ്ട്. ചീര ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ആവാൻ വിചാരിച്ചിട്ട് അത് നല്ല കടുക് നല്ല ഒന്ന് പൊട്ടട്ടെ. കടുക് നല്ല പൊട്ടി വരുന്നുണ്ട്. അപ്പോഴേ ഞാൻ കുറച്ച് വെള്ളം ഉണ്ടാകുന്ന പോകുന്നുണ്ട്, കുറച്ച് തെറിക്കുന്നുണ്ട്. ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ചീര ഉപ്പേരി. ഇതാ ചീര കണ്ടില്ലേ, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചീര ചുവന്ന ചീരയാണ്. ഇനി എടുത്ത് വെക്കേണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഉപ്പേരി വെച്ചാൽ എല്ലാവരും കഴിക്കുകയും ചെയ്യും. എല്ലാവരും വീട്ടിലുള്ള ദിവസമാണല്ലോ. മീൻ കണ്ട് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. തീ കമ്മി പണി വെച്ചിട്ടുണ്ട് ഞാൻ. തീ കുറച്ചാണ് വെച്ചിട്ടുള്ളത്. ഇത് കടുക് ഇപ്പോൾ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഉണക്കമുളക് ചേർത്തിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല ഇപ്പോൾ ഇതിലേക്ക്. സിമ്പിളായിട്ടുള്ളൊരു ചീര ഉപ്പേരി. ഉള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. കടുക് ഇട്ടു, ഉണക്കമുളക് ഇട്ടു. ഇനി ആ കടുകൊന്ന് പൊട്ടിക്ക് വന്നാൽ ഞാൻ ഈ ചീര അതിലേക്കിടും. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചീര ചേർക്കാൻ പോവുകയാണ്. ഇപ്പം ഇതിലേക്ക് ചീര ചേർക്കാൻ പോവുകയാണ്. ഇത്ര നിറയെ ചീര ഉണ്ടെന്ന് വിചാരിക്കണം. അതിന് ഉപ്പേരി കഴിയുമ്പോഴേക്കും ഒന്നും ഉണ്ടാവില്ല. കുറച്ച് അവിടെ അങ്ങനെ അമർന്ന് പോകലോ. ഇത് പലേശ ഉപ്പേരി ഉണ്ടാവുള്ളൂ. ഞാനിത് ഇളക്കണേൻ്റെ മുന്നേ ഇതിലേക്ക് ഇപ്പം തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഉപ്പും ചേർക്കട്ടെ, പൊടിയുപ്പ്. ഈ കുറച്ച് കമ്മിയാക്കി വെച്ചോളുകൊണ്ടു. പൊടിയുപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കട്ടെ. നന്നായിട്ട് ഇളക്കുകയാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു 5 നിമിഷം സ്ലോയിൽ വേവിച്ചാൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടല്ലോ. എല്ലാം കൊണ്ട് ചീര കണ്ടില്ലേ, ചീര അടച്ചു വെച്ച് വേവിക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. കണ്ടോ, തുറന്ന് വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോഴേ ഇത് നന്നായിട്ട് ഡീപ്പായിട്ട് വെന്ത് വരുന്നുണ്ട്. നല്ല ഇത് ഈ ചട്ടി ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ടാണ്. നല്ല ചട്ടിയാണ്, ഇരുമ്പിൻ്റെ ചട്ടിയാണ്. അതുകൊണ്ടാണ് തോന്നുന്നത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് വന്നതെങ്കിൽ. പിന്നെ നല്ല ഒരുപാട് വേവിച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ആർക്കും ഇഷ്ടമല്ല അത്ര ചീരയ്ക്കൊരു നോർമൽ വേവിലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മൂടി വെച്ച് വേവിച്ചാൽ വെള്ളം വരാനുള്ള ചാൻസ് ഉണ്ട്. വെള്ളം പെയ്താൽ പിന്നെ അതൊരുമാതിരിയാവും. ഇങ്ങനെയാകുമ്പോൾ നന്നായിട്ടുണ്ടാവും. ഇതൊന്നും ഇങ്ങനെ വെച്ച് തന്നെ വേവിച്ചാൽ മതി തോന്നുന്നുണ്ട്. ഉപ്പ് കമ്മിയായിട്ടുണ്ട്. ഉപ്പ് ലേശം കൂടി ഉപ്പിടണം. അപ്പോൾ ഇന്ന് ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ഡിഷ്. മീൻ കൂട്ടാൻ, മീൻ വറുത്തത്, ചീര ഉപ്പേരി. അപ്പോൾ ഇത് ഞാൻ ചെയ്ത ഡിഷെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ചെയ്ത വിധവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ നിർത്തുകയാണ്. ഓക്കെ, ബൈ, താങ്ക് യു.